പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നതിനും പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ കുറയ്ക്കുന്നതിനുമൊക്കെ ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ പ്രമേഹമുള്ളവർ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നാണല്ലോ പറയാറ്. അപ്പോൾ ഈ കൊഴുപ്പിൽപ്പെട്ട ഒന്നാണ് ബട്ടറും മാർഗറൈനും. ഈ രണ്ട് ഭക്ഷ്യവസ്തുക്കളിലും കൊഴുപ്പാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ ഏതാണ് പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായത് എന്നും ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും കഴിക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും, ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെയാണ് സാധാരണയായി പറയാറുള്ളത്, അല്ലേ? എന്നാൽ കൊഴുപ്പിൽ തന്നെ പലയിനം കൊഴുപ്പുകളുണ്ട്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായ കൊഴുപ്പുകളുമുണ്ട്, അനാരോഗ്യകരമായ കൊഴുപ്പുകളുമുണ്ട്. ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഒരു നിശ്ചിത അളവിൽ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഗുണം മാത്രമേ ചെയ്യൂ. അത് പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ കൊഴുപ്പിൽപ്പെട്ട രണ്ട് ഭക്ഷ്യവസ്തുക്കളാണ് ബട്ടറും മാർഗറൈനും. ഈ രണ്ട് ഭക്ഷ്യവസ്തുക്കളും നമ്മൾ പലപ്പോഴും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിക്കാറുണ്ട്, അല്ലേ? എന്നാൽ ഇതിലൊന്ന് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, മറ്റൊന്ന് ശരീരത്തിന് ദോഷവുമാണ്. ആദ്യം നമുക്ക് ബട്ടറിനെ കുറിച്ചറിയാം. പാലിൽ നിന്നാണ് ബട്ടർ തയ്യാറാക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബട്ടറിൽ 102 കലോറിയാണുള്ളത്. ഇതുകൂടാതെ കാൽഷ്യം, പ്രോട്ടീൻ, കൊഴുപ്പ്, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻസ്, ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ ബട്ടറിൽ 11.5 ഗ്രാം കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. ബട്ടറിലെ കൊഴുപ്പെന്ന് പറയുന്നത് പൂരിത കൊഴുപ്പുകളാണ്. കൂടാതെ വൈറ്റമിൻ എ ഉള്ളതിനാൽ കാഴ്ചശക്തി മെച്ചപ്പെടുന്നതിന് വളരെ നല്ലതാണ് ബട്ടർ. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് ബട്ടർ. ബട്ടറിൽ കോളിൻ അടങ്ങിയിരിക്കുന്നതിനാൽ കരളിൻ്റെ പ്രവർത്തനം മികച്ചതാക്കുന്നതിനും തലച്ചോറിൻ്റെ മികച്ച പ്രവർത്തനത്തിനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് ബട്ടർ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ ബ്ലീഡിംഗ് വരുന്നത് പെട്ടെന്ന് തന്നെ നിലയ്ക്കണം. ഈ ബ്ലീഡിംഗ് നിർത്താൻ, അതായത് രക്തം കട്ട പിടിക്കാൻ വൈറ്റമിൻ എ അത്യാവശ്യമാണ്. ഈ വൈറ്റമിൻ കെ അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ബട്ടർ. കൂടാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ബട്ടർ. ഇത് ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഊർജം നൽകാൻ കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ബട്ടർ. ബട്ടറിലെ കൊഴുപ്പ് ആഡിപ്പോസ് കോശങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ ശരീരം ഇതിനെ ഊർജമാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബട്ടർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ബട്ടർ. അതുകൊണ്ടാണ് കീറ്റോ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ബട്ടർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി പ്രമേഹമുള്ളവർക്കും മിതമായ അളവിൽ ബട്ടർ കഴിക്കാവുന്നതാണ്. ബട്ടർ കഴിക്കുന്നവർ ഉപ്പില്ലാത്ത ബട്ടർ വേണം കഴിക്കാൻ. ബട്ടർ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ബട്ടർ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രമേഹമുള്ളവർക്ക് 14 ഗ്രാം ബട്ടർ ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അതും എല്ലാ ദിവസവും ബട്ടർ കഴിക്കരുത്, വല്ലപ്പോഴും മാത്രമേ ബട്ടർ കഴിക്കാവൂ. ബട്ടർ കഴിക്കുന്നത് മൂലം ടൈപ്പ് 2 പ്രമേഹം വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബട്ടർ കഴിക്കുന്നതിൻ്റെ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ, ബട്ടർ കഴിക്കാനായി ഉപ്പില്ലാത്ത ബട്ടർ തിരഞ്ഞെടുക്കുക. പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും മറ്റു പ്രോട്ടീൻസിൻ്റെ കൂടെയുമൊക്കെ നിങ്ങൾക്ക് ബട്ടർ ഉൾപ്പെടുത്താം. കോഫിയിൽ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്ത് കഴിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബട്ടർ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് മാർഗറൈൻ. മാർഗറൈൻ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഫാറ്റാണ്. ഇതും ബട്ടറിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ കൊഴുപ്പിൻ്റെ അംശം ബട്ടറിനേക്കാളും കുറവായതുകൊണ്ടാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ കൊഴുപ്പ് കുറവാണെങ്കിലും ഇതിൽ ഫാറ്റിൻ്റെ ഏറ്റവും ദോഷകരമായ ട്രാൻസ് ഫാറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ട്രാൻസ് ഫാറ്റുകൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ ട്രാൻസ് ഫാറ്റുകളാണ് ഹാർട്ട് ഡിസീസും ഹാർട്ട് അറ്റാക്കിനുമൊക്കെ കാരണമാകുന്നത്. എന്നാൽ ബട്ടറിൽ ട്രാൻസ് ഫാറ്റുകൾ തീരെ കുറവാണ്. അതുകൊണ്ട് ബട്ടറാണ് മാർഗറൈനേക്കാളും ആരോഗ്യത്തിന് കൂടുതൽ ഗുണകരം എന്ന് പറയുന്നത്. മാർഗറൈന് പ്രത്യേക സ്വാദോ ഗന്ധമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ ബട്ടർ തന്നെ ഉപയോഗിക്കണം. കൊഴുപ്പ് ശരീരത്തിന് ദോഷം ചെയ്യുമെങ്കിലും നല്ല കൊഴുപ്പ് ശരീരത്തിന് അത്യാവശ്യമാണ്. ബട്ടറിൽ ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ബട്ടർ, മാർഗറൈൻ ഇവയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ബട്ടറാണ്.
ബട്ടർ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തരുത്. അളവിൽ കൂടുതൽ ബട്ടർ കഴിക്കുന്നതും ആരോഗ്യത്തിന് ദോഷകരമാണ്. അതിനാൽ മിതമായ അളവിൽ മാത്രമേ ബട്ടർ കഴിക്കാവൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്